സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രൈബൽ റിവോൾട്ട്. പക്ഷെ പല സ്റ്റുഡൻസിനും ഈ ട്രൈബൽ റിവോൾട്ട് പഠിക്കുന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇത്രയും വലിയ ടോപ്പിക് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത്. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് സിസ്റ്റം കുറച്ചുകൂടെ നന്നാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് റീജിയൻസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ട്രൈബൽ റിവോൾട്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി യു ഗൈസ് നോ ട്രൈബൽസ് ആണ്. അപ്പൊ ട്രൈബൽസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള റീജിയൻസ് ഏതൊക്കെയാണ് എന്ന രീതിയിൽ കുറച്ച് സ്ഥലങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ് ഛോട്ട നാഗ്പൂർ പ്ലാറ്റ്യൂ, അല്ലെ? ഛോട്ട നാഗ്പൂർ പ്ലാറ്റ്യൂ. സോ ഛോട്ട നാഗ്പൂർ പ്ലാറ്റ്യൂന് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഡിമാർക്കറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രദേശത്ത് വരുന്ന കുറച്ച് റിവോൾട്ടുകളുണ്ട്. അതാണ് നമ്മൾ ആദ്യം പിക്ചറൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള ചില റിവോൾട്ടുകളാണ്, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന് കോൾ റെബല്യൻ. ഐ ബി റൈറ്റിംഗ് ഹിയർ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കോൾ റെബല്യൻ. ഇത് നടക്കുന്നത് 1831 ഓൺവേർഡ്സ് ആണ്. ബുദ്ധു ഭഗത് എന്നൊക്കെ പറയുന്ന ആള്, അതുപോലെ ജോഹ ഭഗത് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നടക്കുന്ന ഒരു ആംഡ് റിബല്യൻ ആണ്. ഓക്കെ. ഇനി ഈ ഒഡീഷയുടെ ഭാഗത്തായിട്ട്, ഈ ഛോട്ടാനാഗ്പൂർ പ്ലാറ്റിന്റെ ഈ ഒഡീഷയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ദാറ്റ് ഈസ് കോണ്ട് റിബല്യൻ. അപ്പൊ കോളും കണ്ടു, കോണ്ടും കണ്ടു. അപ്പൊ ഈ വാക്കുകളാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും. അത് നടക്കുന്നത് 1837 ടു 1856 വരെ, അതായത് 1857 റിവോൾട്ടിന്റെ തൊട്ട് മുന്നോട്ടുള്ള സമയത്താണ് നടക്കുന്നത്. ബൈ ചക്ര ബിസോയ്. ചക്ര ബിസോയ്. ഇതൊരു മാപ്പ് ബേസ്ഡ് ലേണിംഗ് പ്രോസസ് ആണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിലെ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും UPSCക്ക് വേണ്ടി ഇന്ത്യൻ ഹിസ്റ്ററി, ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യ, അതിന്റെ കൾച്ചറൽ പാർട്ടുകൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ദിസ് പെർട്ടിക്കുലർ കോഴ്സ്. നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. യു ജസ്റ്റ് നീഡ് ടു കോൺടാക്ട് മീ. ഐ ബി ഷെയറിംഗ് ദ ഫർദർ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പൊ താല്പര്യമുള്ള ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കാം. മറ്റൊന്നാണ്, ഈ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട റിവോൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മുണ്ട ഉൽഗുലൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുണ്ട ഉൽഗുലൻ എന്ന് പറയുന്ന മുണ്ട റിവോൾട്ട്. ഉൽഗുലൻ, മുണ്ട ഉൽഗുലൻ 1894ന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1900 വരേക്കും അത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഓക്കെ. ലെഡ് ബൈ ബിർസ മുണ്ട. ഇതൊക്കെ പണ്ട് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പൊ അതില് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കണം. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ഛോട്ടാനാഗ്പൂർ പ്ലാറ്റിന്റെ മറ്റൊരു ഈ ഒരു റീജിയനിൽ വരുന്നതാണ് സാന്താൾ റിവോൾട്ട് എന്ന് പറയുന്ന സാന്താൾ റിബല്യൻ. സാന്താൾ റിവോൾട്ട് എന്ന് പറയുന്ന സാന്താൾ റിബല്യൻ 1855-56 സമയം കണ്ടോ. 1857 റിവോൾട്ടിന് തൊട്ട് മുന്നേ നടക്കുന്നതാണ് ഇതൊക്കെ പ്രധാനമായിട്ടും. സാന്താൾ ഹൂൾ എന്നൊക്കെ വിശേഷിപ്പിക്കും. നിങ്ങൾ കേട്ടോ സിദ്ധു ആൻഡ് കാൻഹു എന്ന് പറയുന്ന ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നതാണ്, അല്ലെ? പിന്നെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് 1914 സമയത്ത് നടക്കുന്നതാണ് താന ഭഗത് മുണ്ട്. താന ഭഗത് മുണ്ട് 1914-19. ഇവിടെ നിങ്ങൾക്ക് ഒരൊറ്റ അപ്രോച്ചാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഒരു മെയിൻ ജോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇൻ ആൻഡ് സറൗണ്ടിങ് ഏരിയാസ് ഓഫ് ദിസ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്. ഈ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിന്റെ ഇൻ ആൻഡ് സറൗണ്ടിങ് ഏരിയാസ്, അതിൽ സാന്താള് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, താന ഭഗത് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ നിങ്ങൾക്ക് കോണ്ട് കാണാൻ വേണ്ടി പറ്റും, അതിന്റെ അകത്ത് തന്നെ കോൾ റിബല്യൻ കാണാൻ വേണ്ടി പറ്റും, മുണ്ട റിബല്യൻ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു റീജിയൻ ബേസ് ചെയ്തിട്ട് അപ്പൊ അതിൽ ഒഡീഷ ഉണ്ട്, ബംഗാൾ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ആൻഡ് ജാർഖണ്ഡ് ഉണ്ട്. ഇത്രയും റീജിയൻസ്, ബീഹാറിന്റെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ റീജിയൻസിലുള്ള റിവോൾട്ടുകളാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ആംഡ് റിവോൾട്ട് ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ. ഇനി അതേ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്തൊരു ടെറിട്ടറിയാണ് മേഘാലയ. മേഘാലയയിൽ നിങ്ങൾക്കറിയാം ഗാരോ, കാസി, ജയന്തിയ എന്ന് പറയുന്ന ഹില്ലി റീജിയൻസ് ഉണ്ട്. ഗാരോ, കാസി, ജയന്തിയ എന്ന് പറയുന്ന ഹില്ലി റീജിയൻസ്. അവിടെ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട റിബല്യൻ ആണ് കാസി റിവോൾട്ട്, ഒരു കാസി റിബല്യൻ. അപ്പൊ നിങ്ങൾക്ക് ആ മലകളുടെ പേര് അറിയുമ്പോൾ തന്നെ ആൻസർ ചെയ്യേണ്ടി പറ്റും. 1830s നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ റീജിയനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. നൗ കമ്മിങ് ടു ആന്ധ്രാപ്രദേശ്. ഈ സൗത്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഈ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയുടെ ഈ റീജിയൻ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു ഐഡിയ ആണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്.
അപ്പൊ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിബല്യൻ ആണ്, ഐ ബി റൈറ്റിംഗ് ഹിയർ ഇറ്റ്സ് ഗ്രീൻ കളറിൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റിവോൾട്ട് ആണ് കോയ റിവോൾട്ട്സ്. കോയ റിവോൾട്ട്സ്. ഈ കോയ റിവോൾട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ സീരീസ് ആയിട്ട് നടക്കുന്നതാണ്. ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കുന്ന ഒന്നല്ല. ഒരു ജനറേഷൻ അടുത്തൊരു ജനറേഷൻ മറ്റൊരു ജനറേഷൻ ആയിട്ട് നടക്കുന്നതാണ്. ജാമീന്ദാരി സിസ്റ്റത്തിനെതിരായിട്ടാണ് കോയ റിവോൾട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലീഡറാണ് പിൽക്കാലഘട്ടത്തിൽ വരുന്ന തൊമ്മസാര. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ പിൽക്കാലഘട്ടത്തിൽ നടക്കുന്ന റിവോൾട്ടുകളിൽ ഒന്നാണ് 1920കളിലെ ചെഞ്ചു റിവോൾട്ട്. അപ്പൊ 1920 എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്താണ്. അപ്പൊ അതിലൊന്നാണ് ചെഞ്ചു റിവോൾട്ട്. മറ്റൊന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രംബ റെബിലിയൻ. അത് 1922-24 സമയത്താണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, നിങ്ങൾക്ക് ചോട്ടാനാഗ്പൂർ പ്ലാറ്റു ആയി, മേഘാലയൻ റീജിയൻ ആയി, ദെൻ ആന്ധ്രാപ്രദേശിന്റെ ആ റീജിയനും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിലോട്ട് വരാം. അപ്പൊ വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് യു ക്യാൻ സി ഐ ബി യൂസിങ് എ ഡിഫറെന്റ് കളർ. ഇവിടെ സത്താര ഉണ്ട് അല്ലെ, ഇവിടെ റീജിയനിൽ നിങ്ങൾക്ക് സത്താര ഉണ്ട്. സത്താരൊക്കെ നമ്മൾ മുമ്പും പല രീതിയിൽ പഠിക്കുന്നത്, ഡോക്ടർ ഓഫ് ലാബ്സ്, അതിന് മുന്നേ മറാത്ത സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന റീജിയൻ ആണ്. അപ്പൊ ഈ സത്താരയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിവോൾട്ട് ആണ് റാമോസി റിബല്യൻ. ഇറ്റ്സ് എ ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്, റാമോസി റിബല്യൻ. ഇതും ഞാൻ പറഞ്ഞ പോലെ ഒരു സീരീസ് ആയിട്ടാണ് നടക്കുന്നത്. 1822 മുതൽക്ക് 1829 വരെ ഒരു ഫേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ഫേസ് നടക്കുന്നതാണ് 1870 സമയത്ത്. അപ്പൊ അതിലുള്ള ഒരു വ്യക്തിയാണ് വാസുദേവ ഫാഡ്കെ എന്ന് പറയുന്ന ആൾ കേട്ടോ. വാസുദേവ ഫാഡ്കെ. പുള്ളിക്കാരൻ അവസാനം നാടൊക്കെ കടത്തുക ചെയ്യുന്നത്, പിടിച്ചെടുത്തിട്ട് ഇവിടുന്ന് നാട് കടത്തി. ഓക്കെ, അങ്ങനെ സത്താരയില് റാമോസി റിബല്യൻ ഉണ്ടായിരുന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ സത്താരയുടെ മുകളിൽ ഇതാ ഈ റീജിയനിൽ വരുന്നതാണ് കാണ്ടേഷ് റീജിയൻ. അവിടെ നടക്കുന്നതാണ് എന്ത്, ബിൽ മൂവ്മെന്റ്. 1818 to 1831. ഇതാണ് ബേസിക് ഐഡിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈബൽ മൂവ്മെന്റും ഈ രീതിയിൽ നിങ്ങൾക്ക് പെസന്റ് മൂവ്മെന്റും വൃത്തിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് വളരെ നന്നായി. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ ഒരു ജനറൽ ഐഡിയ മാത്രമാണ് തന്നത്. ഓക്കെ, ആ രീതിയിൽ ടോപ്പിക് ഒന്ന് ബേസിക്കലി എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബട്ട് വൈൽ യു ആർ ഹാവിങ് എ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ പഠിക്കണം. എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കോഴ്സ് പഠിക്കണം, കാരണം ആൻഡ് വാട്ട് വാസ് ദ ഇമ്പാക്ട് എന്നുള്ളതും പഠിക്കണം. ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് നിങ്ങൾക്കുള്ള ജസ്റ്റ് ഒരു ഫ്രെയിംവർക്ക് ആൻഡ് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇത് എല്ലാവരും ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിസ്റ്ററിയുടെ ഒരു GS, ദാറ്റ് ഈസ് പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ഒരു കോംപ്രഹെൻസീവ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു കണക്ട് മീ. എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ടു ദിസ് വീഡിയോ, ഐ വിൽ ബി ടൈപ്പിംഗ് ദാറ്റ് വൺ ആസ് വെൽ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അതിൽ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റ് വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഈ റീജിയൻസ് മാത്രം മാർക്ക് ചെയ്താലും ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് ഈസ് സഫീഷ്യന്റ്. പക്ഷേ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണം. ഈ പിക്ചർ ഉണ്ടോ, ബാക്കി ഇതിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്നാലാണ് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ് സ്ട്രോങ് ആകുള്ളൂ. ട്രസ്റ്റ് മീ, സ്ട്രോങ് ആകുള്ളൂ. So that's all about this video guys. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.